ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റാവിസ് കടവിലെ ഡിന്നർ ബുഫേയുടെ വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഓപ്ഷൻസ് ഉള്ള ഒരു ഗ്രാൻഡ് സ്പ്രെഡ് തന്നെയായിരുന്നു അവിടുത്തെ ഡിന്നർ ബുഫേ. മെയിൻ കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം കാണുന്നത് കുറച്ച് പപ്പടം പോലത്തെ കർമുറു ഐറ്റംസും നമ്മുടെ പ്ലെയിൻ ബസ്മതി റൈസുമാണ്. പിന്നെ ഒരു സെക്കൻഡ് റൈസ് ഐറ്റമായിട്ടുണ്ടായിരുന്നത് പനീർ പുലാവായിരുന്നു. പിന്നെ വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഐറ്റം അതെനിക്ക് ആക്ച്വലി ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വന്നിരുന്നു കേട്ടോ. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഐറ്റത്തിൻ്റെ പേരാണ് റാറ്ററ്റൂയി നിസ്വാസ്. ബേസിക്കലി ഇതൊരു ഫ്രഞ്ച് ഡിഷാണ്. കുറച്ച് കളർഫുൾ വെജിറ്റബിൾസിനൊക്കെ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് സീസൺ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നൊരു ഐറ്റം. പിന്നെ ഉണ്ടായിരുന്നത് ദാൽ കറി ആയിരുന്നു. ആക്ച്വലി ഈ ഹോട്ടലിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഡിന്നർ ബുഫേയിൽ ഒരുപാട് വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പാലക് പനീർ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കുർമ ഉണ്ടായിരുന്നു, അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, മാങ്ങ കറി ഉണ്ടായിരുന്നു, പിന്നെ അടിപൊളി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു. ഈ കറിയുടെ പേരായിരുന്നു മുർഗ് ലബാബ്ദാർ. മുർഗ് മീൻസ് ചിക്കൻ. ഈ ബോൺലെസ് ചിക്കനൊക്കെ വെച്ചിട്ട് ക്രീമും ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി കറിയായിരുന്നു അത്. മെയിൻ കോഴ്സസിൽ ലാസ്റ്റ് വന്നവനായിരുന്നു താരം കങ് പാവോ ചിക്കൻ. ഇതൊരു ചൈനീസ് ഡിഷാണ്. നല്ല സ്പൈസി ചിക്കനും നട്ട്സും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു സൂപ്പർ ഐറ്റം ആയിരുന്നു ഇത്. പിന്നെ ഉണ്ടായിരുന്ന സെക്ഷനിൽ ബ്രെഡ്സും സൂപ്സും ആയിരുന്നു. 2 തരം സൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ക്രീമി വെജിറ്റബിൾ സൂപ്പും പിന്നെ ഉണ്ടായിരുന്നത് ചിക്കൻ മൻചാവോ സൂപ്പും. പിന്നെ നമ്മുടെ നാടൻ സ്പെഷ്യൽ ഐറ്റമായ കപ്പയും മുളകിട്ട മീൻ കറിയും ഉണ്ടായിരുന്നു. അവസാനം എൻ്റെ ഫേവററ്റ് സെക്ഷനിലേക്ക് എത്തി, ഡിസേർട്ട് സെക്ഷൻ. ആദ്യം തന്നെ തുടങ്ങിയത് ക്യാരറ്റ് ഹൽവ വെച്ചായിരുന്നു. ഡിസേർട്ട്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 ലെയേഴ്സിൽ ഒരുക്കിയേക്കുന്നത് ബട്ടർ സ്കോച്ച് ടാർട്ട്, പിസ്ത ചീസ് കേക്ക് ആൻഡ് ചോക്ലേറ്റ് ട്രഫിളായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതായിരുന്നു എൻ്റെ ഇതിലെ ഏറ്റവും ഫേവറേറ്റ് കാരമൽ കോഫി പുഡിംഗ്. ഒരു കോഫി ലവേഴ്സ് ഹെവൻ ആയിരുന്നു അത്. സോ ഗുഡ്. ഇതൊന്നും പോരാഞ്ഞ് ഒരു ബ്ലൂബെറി കേക്കും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കടലമാവിൻ്റെ ലഡു ഉണ്ടായിരുന്നു, ബേസൻ ലഡു. പിന്നെ ഉണ്ടായിരുന്ന ഐറ്റം ആയിരുന്നു പനീർ ജലേബി. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ പോയില്ല. ഇത് ട്രൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കും കേട്ടോ. പിന്നെ ഒരുപാട് കട്ട് വെജിറ്റബിൾസും ഉപ്പിലിട്ടതും സാലഡിന് വേണ്ടിയുള്ള ഐറ്റംസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ കേർഡ് റൈസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറും ചമ്മന്തികളും, കുറച്ചധികം. ഇതിനൊക്കെ പുറമെ ഒരു ലൈവ് കൗണ്ടർ കൂടി ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അവിടെ ലൈവായിട്ട് അപ്പവും പാസ്തയും പാനിപൂരിയും ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഡിന്നർ ബുഫേ ഒരു എക്സ്റ്റെൻസീവ് സ്പ്രെഡ് തന്നെയായിരുന്നു. വെജിറ്റേറിയൻസിനും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ബുഫേ ആണത്. ഫുഡിൻ്റെ ക്വാളിറ്റിയും ആസ് വെൽ ആസ് പ്രസൻറ്റേഷനും ഒക്കെ അടിപൊളിയായിരുന്നു. സ്റ്റാഫിൻ്റെ സർവീസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരിക്കലെങ്കിലും ഇവിടുത്തെ ഡിന്നർ ബുഫേ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.